ആശാവർക്കർമാരുടെ സമരത്തോടുള്ള അധിക്ഷേപം തുടരുകയാണ് CPIM. സമരം ചെയ്യുന്നത് ഈർക്കിലി സംഘടനയാണെന്നാണ് എളമരം കരീം പറയുന്നത്. ആരോഗ്യമേഖലയെ പ്രതിസന്ധിയിലാക്കിയുള്ള സമരം അംഗീകരിക്കാനാവില്ല. ട്രേഡ് യൂണിയനുകളുടെ യോഗം വിളിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും എളമരം കരീം പറഞ്ഞു. പ്രതികരണം കേൾക്കാം. അതുമ്പോൾ അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ, നേരത്തെ എളമരം കരീം പാട്ടപ്പിരിവ് നടത്തുന്ന സംഘടനയാണ് അരാജകത്വം എന്നൊക്കെയാണ് എളമരം കരീം ഈ സംഘടനയെയും സമരത്തെയും വിശേഷിപ്പിച്ചത്. ഇപ്പോൾ ഈർക്കിലി പാർട്ടി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. SUC ആണോ ഉദ്ദേശിച്ചത്? അരുൺകുമാർ, SUC അടക്കമുള്ള സംഘടനകളെ തന്നെയായിരിക്കും എളമരം കരീം അത്തരത്തിൽ ഉദ്ദേശിച്ചത്. നേരത്തെ പാട്ടപ്പിരിവ് നടത്തിക്കൊണ്ട് നടത്തുന്ന സമരം എന്നടക്കം അധിക്ഷേപിച്ചിരുന്നു. മാത്രവുമല്ല, ഇത്തരത്തിൽ നേരത്തെ മൂന്നാറിൽ നടത്തിയ പെമ്പിളെ ഒരുമയുടെ സമരവുമായി ഇതിന് സാമ്യമുണ്ട് എന്നും എളമരം കരീം പറഞ്ഞിരുന്നു. അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CIT-യുടെ നേതാവ് കൂടിയായ എളമരം കരീം. അദ്ദേഹം ഇന്ന് പറഞ്ഞത് ഈ സമരം ചെയ്യുന്നത് ഈർക്കിൽ സംഘടനയാണ്, ഈ രീതി ആയിരുന്നില്ല സ്വീകരിക്കേണ്ടിയിരുന്നത്, ആരും അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. പ്രശ്നം പക്ഷേ പരിഹരിക്കപ്പെടേണ്ടതാണ്. ട്രേഡ് യൂണിയനുകളുടെ യോഗം വിളിക്കാൻ സർക്കാരിനോട് CIT ആവശ്യപ്പെടും. സമരക്കാരെ അവഹേളിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല. ആരോഗ്യ മേഖലയെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടുള്ള സമരം അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കണക്കുകൾ കൃത്യമായി ലഭിച്ചിട്ടില്ലെങ്കിൽ ഈ പറയുന്ന ആശാവർക്കർമാരുടെ പല ആനുകൂല്യങ്ങളും നിരസിക്കപ്പെടും. ഇത് ഒഴിവാക്കണം. എന്തായാലും ഇത്തരത്തിലുള്ള ചില സംഘടനകൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ്, ചില ഈർക്കിൽ സംഘടനകൾ ഇവരെ തെറ്റിദ്ധരിപ്പിച്ച സമരരംഗത്തേക്ക് ഇറങ്ങിയതാണ്. 1-2 ദിവസമാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. അവരുടെ പ്രതിഷേധം അറിയിക്കുന്നു എന്നത് മാത്രമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. കേന്ദ്ര സർക്കാരാണ് ഇതിൽ നിലപാടെടുക്കേണ്ടത്. പകരം ഈ ചില സംഘടനകൾ ഇവരെ തെറ്റിദ്ധരിപ്പിക്കുകയും അനിശ്ചിതകാല സമരത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു. മാത്രവുമല്ല, ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെതിരായ ഒരു വികാരമായി ഈ സമരത്തെ കൊണ്ടുവരാനുള്ള ചില നീക്കങ്ങളും നടക്കുന്നു എന്നാണ് എളമരം കരീം പറഞ്ഞത്. അരുൺകുമാർ, ഓക്കെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് എളമരം കരീം പറഞ്ഞത് എന്താണെന്ന് കൂടി ഒന്ന് കേൾക്കാം. ഈ NHM-ന്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന ഒരു സമരത്തിലേക്ക് ഒരിക്കലും ട്രേഡ് യൂണിയനുകൾ പോകാറില്ല. ഞങ്ങൾ കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ട്രേഡ് യൂണിയനും ഒരു മീറ്റിംഗ് വിളിക്കണം, ഈ പ്രശ്നത്തിൽ ഒരു ചർച്ച നടത്തിയിട്ട് ഈ മേഖലയിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ സമരം ചെയ്യുന്ന ആളുകൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല, അവർക്കത് അറിയുമെന്ന് തന്നെ എനിക്കറിയില്ല. അവരെന്തോ ചെയ്യുന്നു. ഈ ജീവിത പ്രയാസം കൊണ്ട് ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയാൽ തിരക്കേടില്ല എന്ന് ആർക്കാ തോന്നാത്തത്? അങ്ങനെയൊക്കെ കുറച്ച് ആളുകൾ പോയിട്ടുണ്ടാവാം. അത്തരം ഒരു വിഭാഗീയ സമരം കൊണ്ട് ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല.